നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 3:30 കൂടിക്കാഴ്ച നടത്തും. രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. കേരള സർവകലാശാലയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച. അതിനാൽ ഇതിന് വലിയ വാർത്താ പ്രാധാന്യമാണ് ലഭിച്ചിരിക്കുന്നത്. മഞ്ഞൊരുക്കാനാണ് നിർണായക ചർച്ചയെന്നാണ് വിവരം. ഇതിനു മുമ്പ് ജനുവരിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സ്ഥാനമേറ്റെടുത്ത ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തോടെ അവിടെ രാജ്ഭവനിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പോഴൊക്കെ വളരെ സൗഹൃദപരമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഇരുവരും നടത്തിയത്. മാത്രമല്ല, അവിടെ രാജ്ഭവനിലടക്കം രാവിലെ പ്രഭാത സവാരിക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. നല്ല രീതിയിൽ അന്ന് അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും മാസങ്ങൾ പിന്നിട്ട് രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ പല കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. ഇതിനോടകം തന്നെ അദ്ദേഹം നാട്ടിലില്ലാത്ത സമയത്ത് മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയിൽ പോയ സമയത്തൊക്കെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഇവിടെ നടന്നത്. അതൊക്കെ തന്നെ ചർച്ചയാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സർക്കാരിനെ കടുത്ത തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സർവകലാശാല വിഷയങ്ങളിൽ സമവായം കണ്ടെത്താനാണ് കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരള സർവകലാശാല VC നിയമനം, താൽക്കാലിക VCമാരുടെ നിയമനം, സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളടക്കം ഗവർണറും സർക്കാരും തമ്മിൽ രൂക്ഷമായ തർക്കങ്ങളാണ് നിലനിൽക്കുന്നത്. സ്ഥിരം താൽക്കാലിക VCമാരുടെ നിയമനം, കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. കേരള സർവകലാശാല വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം VC മോഹൻ കുന്നുമ്മലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് KS അനിൽകുമാറിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ VC ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. താൽക്കാലിക VC നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നായിരിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ രാജ്ഭവൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ ഒരു മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് 3:30 നടക്കാൻ പോകുന്നത്. ഡൽഹിയിൽ കേരള ഹൌസിൽ കഴിഞ്ഞ 2 ദിവസമായി ഗവർണറും മുഖ്യമന്ത്രിയും അടുത്തടുത്ത മുറികളിലുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന വാർത്ത വന്നിരുന്നു. എന്നാൽ അനൗപചാരിക കൂടിക്കാഴ്ച വേണ്ടെന്ന ഗവർണറുടെ നിലപാട് കാരണമായിരുന്നു അത് നടക്കാതെ പോയത്. തുടർന്നാണ് രാജ്ഭവനിൽ വെച്ച് ഇന്നത്തേക്ക് ആ കൂടിക്കാഴ്ച നിശ്ചയിച്ചത്. ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിനെതിരെയുള്ള ഇടത് നുണ പ്രചാരണങ്ങൾ കത്തി നിന്നപ്പോഴാണ് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയത്. അന്ന് ഗവർണർ വിളിച്ച് സുഖാംശ നേർന്നിരുന്നു. ഈ ഇടതു നുണ പ്രചാരണ വിവാദത്തിനിടയിലും സർക്കാരിനെ വിമർശിക്കാനോ വിവാദമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രസ്താവന നടത്താനോ ഗവർണർ തുനിഞ്ഞിരുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. മാധ്യമങ്ങളിൽ നിന്നും ഗവർണർ അകലം പാലിച്ചിരുന്നു. സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലും ഭാരതാംബ ചിത്രം വെച്ചതിൽ തുടങ്ങിയ പ്രതിഷേധം സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ചതോടെയാണ് സർക്കാർ സമവായത്തിന്റെ വഴി തേടിയത്. രാജ്ഭവനുമായി സർക്കാർ അനൌദ്യോഗിക ആശയവിനിമയം നടത്തിയെന്നാണ് വിവരം. മന്ത്രിമാരായ R ബിന്ദുവും P രാജീവും ഗവർണർ ഡൽഹിയിൽ നിന്ന് മടങ്ങിവന്ന കൂടിക്കാഴ്ച നടത്തുമെന്നും അറിയുന്നു. SFI ഭീഷണിയുണ്ടെന്ന് പരസ്യമായി പറഞ്ഞ് സർവകലാശാലയിൽ നിന്ന് മാറി നിന്ന VC മോഹൻ കുന്നുമ്മൽ കനത്ത പോലീസ് അകമ്പടിയിൽ ഓഫീസിലെത്തി 1800 വിദ്യാർത്ഥികളുടെ ബിരുദ സർട്ടിഫിക്കറ്റും ഒപ്പിട്ടു. താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാർ ഓഫീസിൽ വരുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും VC ആഞ്ഞടിച്ചു. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയും കാൽക്കഴുകലും ഒളിയുദ്ധത്തിനുള്ള ഒന്നാന്തരം ആയുധങ്ങളായി പരിണമിക്കുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ പദവിയെ ചൊല്ലി ഭരണഘടനാ അസംബ്ലിയിൽ കൊണ്ടുപിടിച്ച ചർച്ച നടന്നിരുന്നു. ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഗവർണർ ആവശ്യമാണെന്ന വാദത്തിനാണ് ഒടുവിൽ അംഗീകാരം കിട്ടിയത്. കേന്ദ്രം നാമനിർദ്ദേശം ചെയ്യുന്നവരായിരിക്കണം ഗവർണർ എന്ന് ഗാന്ധിജിയും നെഹ്റുവും അംബേദ്കറും ഒക്കെ സമവായത്തിലെത്തിയിരുന്നു. രാഷ്ട്രീയ മുക്തമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഗവർണർ നിലകൊള്ളുമെന്ന കാഴ്ചപ്പാടായിരുന്നു അത്. പക്ഷേ സിദ്ധാന്തവും പ്രയോഗവും പലപ്പോഴും സമാന്തര പാതകളാണ്. ഗവർണർമാർ മുഖ്യമന്ത്രിമാരുമായി ഏറ്റുമുട്ടുന്നത് പുതിയ കാര്യമൊന്നുമല്ല. പ്രധാനമന്ത്രി മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അന്ന് അവിടെ ഗവർണറായിരുന്ന കമല ബെനിവാളുമായി ഏറ്റുമുട്ടിയതും ചരിത്രമാണ്. അടിയുറച്ച കോൺഗ്രസുകാരിയായിരുന്ന കമല ഗവർണറാവും മുമ്പ് രാജസ്ഥാനിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിൽ മുഖ്യമന്ത്രി മോദിജിയെ മറികടന്ന് സ്വന്തം നിലയ്ക്ക് ലോകായുക്തയെ നിയമിക്കാൻ കമലയ്ക്ക് മടിയുണ്ടായില്ല. കമലയുടെ കഷ്ടകാലത്തിന് 2014 മോദി പ്രധാനമന്ത്രിയാവുകയും BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു.
കമലയെ മോദി സർക്കാർ ആദ്യം മിസോറാമിലേക്ക് തട്ടി. കാലാവധി തികയാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ഗവർണർ പദവിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. കോൺഗ്രസ് ജനതാ സർക്കാരുകളും ഗവർണർമാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിൽ VC പദവികളിലടക്കം നടക്കുന്ന നിയമനങ്ങളിൽ സ്വജനപക്ഷപാതവും അഴിമതിയും ഉണ്ട് എന്നത് തള്ളിക്കളയേണ്ടതില്ല. ഈ നിയമനങ്ങൾക്കെതിരെ ആദ്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശബ്ദമുയർത്തിയപ്പോൾ അതിനൊപ്പം വലിയൊരു വിഭാഗം ജനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കളി സമസ്ത ലക്ഷ്മണ രേഖകളും ഭേദിക്കാൻ തുടങ്ങി. ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം തന്നെ സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം ഗവർണർ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉപദേശമനുസരിച്ചായിരിക്കണം എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ താൽക്കാലിക VCമാരുടെ നിയമനം റദ്ദാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിധിയിലും കേരള ഹൈക്കോടതി ഗവർണറെ ഓർമ്മിപ്പിച്ചതും നിയമനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് തന്നെയാണ്. ഗവർണർ ആർലേക്കറിനൊപ്പം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടതൊക്കെ മുഖ്യമന്ത്രി പിണറായിക്കും CPMനും ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്നുള്ള ഓർമ്മകളായിരിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഭരണഘടനയുടെ വെളിച്ചത്തിൽ മാർഗനിർദ്ദേശം നൽകേണ്ടവർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അജണ്ടകൾ ഏറ്റെടുക്കുമ്പോഴാണ് ഭാരതാംബയും കാൽകഴുകലും രാഷ്ട്രീയ ആയുധങ്ങളാവുന്നത്. കാൽകഴുകൽ ഫ്യൂഡൽ വാഴ്ചയുടെ അവശേഷിപ്പാണെന്നാണ് പ്രൊഫസർ M. കുഞ്ഞാമൻ പറഞ്ഞത്. ഗുരുവിനെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഗുരുവിന്റെ പാഠങ്ങൾ സ്വീകരിച്ചും വേണ്ടിവന്നാൽ അവയെ തിരുത്തിക്കൊണ്ടുമാണെന്ന് നാരായണ ഗുരുവിന്റെ ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ക്രിസ്തു കാൽ കഴുകിയിട്ടില്ലേ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരാം. ക്രിസ്തുവിന്റെ കാൽ കഴുകൽ ഹൈറാർക്കിയുടെ അല്ലെങ്കിൽ ഫ്യൂഡൽ മൂല്യങ്ങളുടെ ലംഘനമായിരുന്നു. തനിക്ക് മുകളിലുള്ളവരുടെയല്ല തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങളാണ് ക്രിസ്തു കഴുകിയത്. ഒരു ഭാഗത്ത് വിദ്യാലയങ്ങളിൽ പുതിയ ആചാരങ്ങൾക്ക് കളമൊരുക്കുന്നു, മറുഭാഗത്ത് ഇതേ വിദ്യാലയങ്ങളുടെ മികവ് തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഇത് വെറും ഭ്രാന്തല്ല, ഇതിനൊരു രീതിശാസ്ത്രവും ആസൂത്രണവുമുണ്ട്. ഇതിൽ തോറ്റുപോകുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. തുലാസിലാവുന്നതും കേരളത്തിന്റെ ഭാവിയാണ്. കാരണം 2 തർക്കങ്ങൾ ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാക്കിയിരിക്കുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ പ്രശ്നങ്ങൾ കേരള ഗവർണറും കേരള സർക്കാരും തമ്മിൽ പറഞ്ഞു തീർക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനുവേണ്ടി കൂടിയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച രാജ്ഭവനിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 3:30 കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി സമവായത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്.